ഉണ്ട്. അപ്പൊ നമ്മളുടെ കീമിന്റെ മാത്സ് സിലബസിനെ നമ്മൾ 19 ചാപ്റ്റേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ 2 ചാപ്റ്റേഴ്സ് നമ്മൾ ഡെയിലി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10 ഡേയ്സിനുള്ളിൽ നമുക്ക് കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇന്ന് ഞാനിപ്പം എടുക്കാൻ പോകുന്നത് സെറ്റ്, റിലേഷൻ ആൻഡ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. അതിൽ ആദ്യം ഞാൻ അത്യാവശ്യം വേണ്ടുന്ന തിയറീസ് പറയും, ദെൻ അതിനെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യും. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന പാറ്റേൺ എന്ന് പറയുന്നത് കേട്ടോ. അപ്പം നമ്മളുടെ ചാപ്റ്റർ എന്ന് പറയുന്നത് സെറ്റ്, റിലേഷൻ ആൻഡ് ഫങ്ഷൻസ് ആണ്. സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഒരു വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്റ്റ് ആണ്. അപ്പൊ നമ്മളിപ്പോ വെൽ ഡിഫൈൻഡ് എന്ന് പറഞ്ഞാൽ എന്തെന്നാ, വെൽ ഡിഫൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോ സിമ്പിൾ ആയിട്ട് നമ്മളൊരു സെറ്റ് എഴുതാണ് എന്നിനകത്ത് നാച്ചുറൽ നമ്പറിന്റെ കളക്ഷൻ ആണ് കേട്ടോ. നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ 1, 2, 3 എക്സെട്ര എന്ന് പറയുന്നത് അല്ലെ. ഞാൻ ചോദിക്കുകയാണെ ഇതിനകത്ത് എ എന്ന് പറഞ്ഞ ലെറ്റർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും എന്തെന്ന്, അതിനകത്ത് എ എന്ന് പറഞ്ഞ ലെറ്റർ ഇല്ല. അതേപോലെ ഇതിനകത്ത് 100 ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും 100 ഇതിനകത്ത് ഉണ്ട് എന്നുള്ള കാര്യം അല്ലെ. ദാറ്റ് ഈസ് 100 എന്ന് പറയുന്നത് ബിലോങ്സ് ടു എൻ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ബിലോങ്സ് ടുയുടെ സിമ്പിൾ ആണ് അത് കേട്ടോ. അതേപോലെ എ എന്ന് പറഞ്ഞ ലെറ്റർ ഡസ് നോട്ട് ബിലോങ്സ് ടു എൻ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അതേസമയം ഞാൻ ചുമ്മാ സിമ്പിൾ ആയിട്ട് ഫേമസ് ആക്ടേഴ്സ് എന്ന് പറഞ്ഞ് ഞാൻ പറയാണ്, 5 പേരുള്ളൂ കേട്ടോ. അതിനകത്ത് ഇപ്പൊ ഫേമസ് ആക്ടേഴ്സ് പറയുമ്പോൾ അതിനകത്ത് 5 പേരില് ഇപ്പൊ മമ്മൂട്ടിയോ മോഹൻലാലോ ഇവരൊക്കെ ഉണ്ടോ എന്ന് പറയാൻ പറ്റുമോ? അത് ഞാൻ ചൂസ് ചെയ്യുന്നതിന് അടിസ്ഥാനത്തിൽ ഇരിക്കേണ്ടാവില്ല എന്തായാലും 5 എന്ന് പറയുന്നത്. അപ്പൊ അപ്പൊ അതുകൊണ്ട് അതൊക്കെ നമ്മൾ ഡിപ്പെൻസ് ആണ്, ചൂസ് ചെയ്യണതിനനുസരിച്ച് അല്ലെ. അതിനൊക്കെ ചേഞ്ച് വരും അല്ലെ. അങ്ങനെ വരുമ്പോൾ അതെന്താവില്ല, സെറ്റ് ആവില്ല. അല്ലെങ്കിൽ ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു 60 പിള്ളേരുണ്ടെന്ന് വിചാരിക്കുക. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5 പേരെ ചൂസ് ചെയ്യണം. അതില് നിങ്ങളുടെ പേര് ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ? ഇല്ല അല്ലെ. അതേസമയം ടോട്ടൽ സ്റ്റുഡൻസിനെ എടുത്തിട്ട് ചിലപ്പോൾ നിങ്ങളുടെ പേര് ഉണ്ടെന്ന് പറയാനായിട്ട് നമുക്ക് പറ്റും. അല്ലാണ്ട് അതിന്റെ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള ഉറപ്പുകളും ഇല്ല അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോ അത് എന്തല്ല, സെറ്റ് അല്ല. അപ്പൊ ഒന്നുകൂടി ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് ഒരു എലമെന്റ് ആ സെറ്റിനകത്ത് അല്ലെങ്കിൽ ആ നമ്മൾ എടുത്ത കളക്ഷനകത്ത് ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പിച്ച് പറയാമെങ്കിൽ ദാറ്റ് കളക്ഷൻ ഈസ് കോൾഡ് എ സെറ്റ്. ഓക്കെ അല്ലെ. സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സെറ്റിന്റെ എലമെന്റുകൾ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ കോമയിട്ട് എഴുതുന്നതിനാണ് നമ്മൾ എലമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ 1, 2, 3 എഴുതിയിട്ട് പിന്നെ അടുത്തത് 4, 5 എന്ന് പറയുന്ന ഒരാള് അങ്ങനെയാണെന്ന് വിചാരിക്കാം. എന്റെ സെറ്റ് ഇത് എ ആണ് എങ്കിൽ എക്കകത്ത് 1 എന്ന് പറയുന്നത് എയിൽത്തെ എലമെന്റ് ആണ്, 2 എന്ന് പറയുന്നത് എയിൽത്തെ എലമെന്റ് ആണ്, 3 എന്ന് പറയുന്നത് എയിൽത്തെ എലമെന്റ് ആണ്, 4 എന്ന് പറയുന്നത് സെപ്പറേറ്റ് എലമെന്റ് ആണോ അല്ല എന്ന് പറയാൻ പറ്റണം. 4 എന്ന് പറയുന്ന ആളും 5 എന്ന് പറയുന്ന ആളും ഒരുമിച്ചിരുന്നാൽ മാത്രമേ നമുക്ക് എന്താകുന്നുള്ളൂ, എലമെന്റ് ആകുന്നുള്ളൂ. അല്ലാണ്ട് 4 സെപ്പറേറ്റ് 5 സെപ്പറേറ്റ് എലമെന്റ് ആകില്ല. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, 5 എന്ന് പറയുന്ന ആൾ ഇതിലത്തെ എലമെന്റ് ആണോ അല്ല അല്ലെ. എലമെന്റ് ആകണമെങ്കിൽ നമുക്ക് ആ ബ്രാക്കറ്റിനുള്ളിൽ ഈ സംഗതിനെ കാണാൻ പറ്റിയാലാണ് നമ്മൾ എലമെന്റ്സ് എന്ന് പറയുന്നത്. അടുത്ത ടോപ്പിക്കാണ്. അപ്പൊ നമ്മൾ സെറ്റ് എന്ന് പറയുന്നത് എന്താന്ന് കണ്ടു അല്ലെ. അടുത്ത നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് സബ്സെറ്റ് ആണ്. സോ സബ്സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഇതിന്റെ വേറൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഞാനൊരു സെറ്റ് ബി എന്ന് പറയുന്നത് എടുക്കാണ്. അതെന്ന് പറയുന്നത് 1, 2, 3, 4, 5 എടുത്തു കേട്ടോ. സി എന്ന് പറയുന്നത് ഇതേപോലെ 1ഉം 2ഉം മാത്രം എടുത്തേ. അപ്പൊ നോക്കിയേ, സിയിലത്തെ എല്ലാ എലമെന്റും ബിനകത്ത് ഇല്ലേ, ഉണ്ടല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ സി ഈസ് എ സബ്സെറ്റ് ഓഫ് ബി എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് സിയിലത്തെ എലമെന്റ് എല്ലാതും ബിന്റെ ഉള്ളിൽ കിടക്കുവാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, സി എന്ന് പറയുന്നത് ബിന്റെ ഒരു സബ്സെറ്റ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത്, അപ്പൊ നമുക്ക് ഈ സബ്സെറ്റുകൾ ഉപയോഗിച്ചാണ് നമ്മൾ അടുത്തൊരു സംഭവം ഉണ്ടാക്കാൻ പോണേ. അതിനെ വിളിക്കുന്ന പേരാണ് പവർ സെറ്റ്. ഓക്കെ. അപ്പൊ പവർ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഒരു കുഞ്ഞൊരു സെറ്റ് എടുക്കാന്ന് കരുതുക, സി എടുക്കും നമ്മൾ അല്ലെ. സി എന്ന് പറഞ്ഞ സെറ്റിനകത്ത് എത്ര ആൾക്കാരുണ്ട്, 2 ആൾക്കാരുണ്ട് അല്ലെ. ഇതിന്റെ പവർ സെറ്റ് എഴുതുന്നത് എങ്ങനെയാണ്, പവർ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് ഹോൾ സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ പവർ സെറ്റ് ഓഫ് സി എന്ന് പറഞ്ഞാൽ എന്തിന്റെ അർത്ഥം, സി എന്ന് പറഞ്ഞ സെറ്റിന്റെ എഴുതാകാവുന്ന എല്ലാ സബ്സെറ്റുകളെയാണ് നമ്മൾ പവർ സെറ്റിനുള്ളിനകത്ത് എഴുതാം കേട്ടോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെയൊക്കെ നമുക്ക് എഴുതാം, ആദ്യം എം ടി സെറ്റ് എഴുതാം അല്ലെ. അതായത് എം ടി സെറ്റ് എന്ന് പറയുന്നത് എല്ലാ സെറ്റിന്റെയും ഒരു സബ്സെറ്റ് ആണ്. ഇനി നമുക്ക് ഇതിനെ തന്നെ എന്ത് എഴുതാം, സിംഗിൾട്ടൺ സെറ്റ് എഴുതാം അല്ലെ. അത് കഴിഞ്ഞ് നമുക്ക് അവർ രണ്ടിനും കൂടി ഒരുമിച്ചുള്ള സെറ്റ് എഴുതാം അല്ലെ.
1,2 എഴുതാം. ഇപ്പൊ മൊത്തത്തിൽ എത്ര ആൾക്കാർ വന്നു? 4 ആൾക്കാർ അല്ലെ. പവർ സെറ്റിനകത്ത് നമുക്ക് വൺ വേർഡ് ആയിട്ട് കൊടുക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതായത് എലമെന്റ്സ് ഓഫ് പവർ സെറ്റ്, അതായത് നമ്മുടെ സി എന്ന് പറഞ്ഞ സെറ്റിനകത്ത് n ആൾക്കാരാന്ന് വിചാരിക്കുക. എങ്കിൽ പവർ സെറ്റ് ഓഫ് എക്കകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2n ആണ്. ഓക്കെ അല്ലെ. സിക്കകത്ത് എത്ര ആൾക്കാരുണ്ടോ അതിന് 2 പവറിൽ എഴുതി കഴിഞ്ഞാൽ പവർ സെറ്റിന്റെ എണ്ണമായി. ഇത് തന്നെ നമുക്ക് വേറൊരു രീതിക്കും പറയാൻ പറ്റും. സി എന്ന് പറഞ്ഞ സെറ്റിന് ഉണ്ടാകാവുന്ന സബ്സെറ്റുകളുടെ എണ്ണം. കാരണം ആ സബ്സെറ്റുകൾ നമ്മൾ പവർ സെറ്റിനകത്ത് എഴുതിയത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ സി എന്ന് പറഞ്ഞ സെറ്റിന്റെ പവർ സെറ്റുകളുടെ എണ്ണമായിട്ടും നമുക്ക് എന്ത് തന്നെ എഴുതാം? 2 പവർ എന്ന് എഴുതാം. അപ്പൊ അതിന്റെ വൺ വേർഡ് പഠിച്ചില്ലേ? സിക്കകത്ത് n ആൾക്കാരാണെങ്കിൽ പവർ സെറ്റ് ഓഫ് സിക്കകത്ത് 2 പവർ n ആണ്. അല്ലെങ്കിൽ ഇങ്ങനെയും പറയാൻ പറ്റും, സബ്സെറ്റ് ഓഫ് സിക്കകത്ത് 2 പവർ n ആൾക്കാരാണ്. ഓക്കെ അല്ലേ. അപ്പൊ ആ രണ്ട് ടോപ്പിക് പഠിച്ചില്ലേ. ഇനി അടുത്തത് പറയുന്നത് നമുക്ക് നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ്. ഓക്കെ, നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ് കേട്ടാ. അപ്പൊ ഞാൻ ജനറൽ കേസ് എടുക്കാണ് കേട്ടാ. ഒരു എ എന്ന് പറഞ്ഞ സെറ്റ് ആണ്, ആ സെറ്റിനകത്താണ് n ആൾക്കാര്. അപ്പൊ നമ്പർ ഓഫ് പ്രോപ്പർ സബ്സെറ്റ് ഓഫ് എ എടുക്കുക. നമ്പർ ഓഫ് സബ്സെറ്റ് ഓഫ് എ എന്താ ഉള്ളത്? 2 പവർ n അല്ലെ. പ്രോപ്പർ സബ്സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഫുൾ സബ്സെറ്റിന്റെ എണ്ണല്ലേ, അതിൽ നിന്ന് പ്രോപ്പർ അല്ലാത്ത ആളെ മൈനസ് ചെയ്തു. പ്രോപ്പർ അല്ലാത്ത ആൾ എന്ന് പറയുന്നത് ഫുൾ സെറ്റ് ഉണ്ടാവില്ലേ, നമ്മളിപ്പോ എഴുതിയത് ഫുൾ സെറ്റ് ഉണ്ടായില്ലേ, ആ ഫുൾ സെറ്റിനെ മൈനസ് ചെയ്ത് കളഞ്ഞു. അതാണ് ഇപ്പൊ ഇവിടുത്തെ കേസിലാണ് എ എന്ന് പറഞ്ഞ സെറ്റ്. അപ്പൊ നമുക്ക് എണ്ണം എങ്ങനെ കണ്ടുപിടിക്കാം? 2 പവർ n മൈനസ് 1. അതേപോലെ നമ്പർ ഓഫ് നോൺ എംപ്റ്റി. ഓക്കെ, നോൺ എംപ്റ്റി സബ്സെറ്റ് ഓഫ് എ. ഓക്കെ, അപ്പൊ സബ്സെറ്റ് ഓഫ് എ എന്ന് പറയുമ്പോ എന്താ വരാ? എംപ്റ്റി ആയിട്ടുള്ളത് ഏതുള്ള? 5 അല്ലേ ഉള്ളത്. അപ്പൊ നോൺ എംപ്റ്റി എന്ന് പറയുമ്പോ എന്ത് ചെയ്യും? നമ്മൾ ടോട്ടൽ ആയിട്ടുള്ള എണ്ണത്തിൽ നിന്ന് എംപ്റ്റി ആയിട്ടുള്ള സെറ്റ് അങ്ങോട്ട് മൈനസ് ചെയ്ത് കളയാം അല്ലെ. എംപ്റ്റി ആയിട്ടുള്ള സെറ്റ് എന്ന് പറയുന്നത് ഏതാ? 5 അല്ലേ. അത് എത്ര ഉണ്ട്? ഒരെണ്ണം. അപ്പൊ എംപ്റ്റി ആയിട്ടുള്ള സെറ്റ് മൈനസ് ചെയ്ത് കളയാ. ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത് ഏതാണ്? 5 കേട്ടാ. അപ്പൊ അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബ്രാക്കറ്റിൽ കൊടുത്തേക്കണേ. ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്യാം. നമ്പർ ഓഫ് പ്രോപ്പർ നോൺ എംപ്റ്റി, രണ്ടും കൂടി ചേർക്കാം. പ്രോപ്പറും ആവണം, നോൺ എംപ്റ്റി ആകണം. എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? പ്രോപ്പർ എന്ന് പറയുമ്പോൾ നമ്മൾ ആരെയാ എടുത്ത് കളഞ്ഞത്? എനെ എടുത്ത് കളഞ്ഞു അല്ലെ. ദാറ്റ് മീൻസ് ഒരാളെ എടുത്ത് കളഞ്ഞു അല്ലെ. നോൺ എംപ്റ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ആരെ എടുത്ത് കളഞ്ഞു? എംപ്റ്റി ആയിട്ടുള്ള 5നെ എടുത്ത് കളഞ്ഞു. അപ്പൊ പ്രോപ്പറും നോൺ എംപ്റ്റി ആവുമ്പോ എന്ത് ചെയ്യണം? രണ്ടുപേരെ എടുത്ത് കളയണം അല്ലെ. എന്നാൽ 2 പവർ n രണ്ടുപേരെ എടുത്ത് കളയണം. ആരൊക്കെയാ രണ്ടുപേര്? ആ ഫുൾ സെറ്റും അതേപോലെ തന്നെ നമ്മളുടെ എംപ്റ്റി സെറ്റും. ഇത് രണ്ടും എടുത്ത് കളയണം അല്ലെ. ഇതൊക്കെയാണ് അത്യാവശ്യമായിട്ട് സെറ്റ്, റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിന്ന് നമുക്ക് വേണ്ട കാര്യങ്ങൾ കേട്ടാ. ഓക്കെ അല്ലേ. ഇത് എന്താ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ ഈ ജസ്റ്റ് കുഞ്ഞു കുഞ്ഞു നോട്ടുകൾ എഴുതിയെടുക്കണേ, മറക്കണ്ട കേട്ടാ. ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ സെറ്റിന്റെ കുറച്ച് നൊട്ടേഷൻസ് ഉണ്ടായിരുന്നില്ലേ. അതായത് ഇപ്പൊ രണ്ട് സെറ്റ് ഈക്വൽ ആണെന്ന് എപ്പോഴാ പറയാ? എ എന്ന് പറഞ്ഞ സെറ്റിനകത്ത് എ ബി സി ഡി ആന്ന് വിചാരിക്കുക. ബി എന്ന് പറഞ്ഞ സെറ്റിനകത്ത് നമുക്ക് സി ബി എ ഡി ആണ്. ഇവരുടെ ഓർഡർ ഡിഫറെന്റ് ആയാലും എലമെന്റ്സ് സെയിം ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എയും ബിയും ഈക്വൽ സെറ്റുകളാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അതേപോലെ ഓപ്പറേഷൻസ് ഉണ്ടായിരുന്നു. അതായത് എ യൂണിയൻ ബി എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു എ വേറെ തന്നെ കൊടുക്കാണ് കേട്ടോ. 1ഉം 2ഉം 3ഉം 4ഉം കൊടുത്തു. അതേപോലെ ബി എന്ന് പറയുന്നത് 3 4 5 6 കൊടുക്കാം കേട്ടാ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എ യൂണിയൻ ബി, ജസ്റ്റ് ഞാൻ ആ ഓപ്പറേഷൻ ഒന്ന് ഓർമ്മിപ്പിക്കണമെന്നുള്ളൂ കേട്ടാ. അതായത് എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാ? എയിലത്തെ എലമെന്റിനെയും ബിയിലത്തെ എലമെന്റിനെയും അങ്ങ് ജോയിൻ ചെയ്ത് എഴുതാം. അപ്പൊ ദിസ് ഇസ് ഈക്വൽ ടു 1, 2, 3, 4, 5, 6. അതായത് രണ്ടുപേരുണ്ട് എന്ന് വെച്ചിട്ട് രണ്ടു വട്ടം 3ഉം 4ഉം എഴുതേണ്ട കാര്യമില്ല കേട്ടോ. ഓരോ വട്ടം എഴുതിയാൽ മതിയെ. അടുത്തത് എ യൂണിയൻ ബി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ഓപ്പറേഷൻ ആണ് എ ഇന്റർസെക്ഷൻ ബി. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ അർത്ഥം എയിലും ബിയിലും ഒരുപോലെയുള്ളത് അല്ലെ. ഒരുപോലെ ആരാ ഉള്ളത്? 3 and 4. അപ്പൊ അതും കിട്ടി നമുക്ക്. ഓക്കെ, ഇനി അടുത്തത് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ അർത്ഥം എ മൈനസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എ എന്ന് പറഞ്ഞ സെറ്റിൽ നിന്ന് ബിനെ എടുത്ത് കളയാം. ഓക്കെ, എയിൽ എന്ന് പറഞ്ഞ സെറ്റിനകത്ത് ബിനെ എടുത്ത് കളയുമ്പോ ആരൊക്കെയാ പോവാൻ പോണേ? 3ഉം 4ഉം പോയിട്ട് 1ഉം 2ഉം മാത്രമായില്ലേ. അപ്പൊ എ മൈനസ് ബി എന്ന് പറയുന്നത് എയിലത്തെ പറഞ്ഞ സെറ്റ് ആണ്. അതിൽ നിന്ന് ബിനെ എടുത്ത് കളഞ്ഞ ബാക്കി ഭാഗം. അപ്പൊ 1 2. സിമിലർലി നമുക്ക് ബി മൈനസ് എ എഴുതാലോ. ബി മൈനസ് എ എന്ന് പറയുമ്പോൾ എന്താ വരിക? 3 4 5 6ൽ നിന്ന് എനെ എടുത്ത് കളയാം. എയിലത്തെ എലമെന്റ് 3 4. സോ അതെടുത്ത് കളയുമ്പോൾ നമുക്ക് ബാക്കി 5
6 കിട്ടും. ഇനി ഞാനൊരു യൂണിവേഴ്സൽ സെറ്റ് കൂടി ഇവിടെ കൊടുക്കാന്ന് വിചാരിക്കാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇതൊക്കെ 1 2 3 4 ആയതുകൊണ്ട് ഞാൻ ഇപ്പൊ കൊടുക്കാൻ പോകുന്ന യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത് 1 2 3 4 എക്സെട്ര, അതേപോലെ തന്നെ അപ് ടു 10 വരെ മതി എന്ന് വിചാരിക്കാം. എങ്കിൽ എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് കേട്ടാ, നമ്മളുടെ യൂണിവേഴ്സൽ സെറ്റിനെ ആ എ എടുത്ത് കളഞ്ഞാൽ മതി. ഓക്കെ, അപ്പൊ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് എന്റെ ഭാഗം എടുത്ത് കളഞ്ഞ് ബാക്കിയുള്ളത് എ എത്രയായിരുന്നു? 1 2 3 4 അല്ലേ? യൂണിവേഴ്സൽ സെറ്റിലോ 1 തൊട്ട് 10 വരെ. അതില് 1 2 3 4 ഒഴിച്ച് ബാക്കി ആൾക്കാര് എന്ന് പറയുമ്പോൾ 5 6 7 8 9 10. ഇങ്ങനെയാണ് നമ്മൾ എ കോംപ്ലിമെന്റ് പറയുന്നത് കേട്ടാ. പിന്നെ ഇതൊക്കെ നമുക്ക് റെപ്രസെന്റേഷൻ വെൻ ഡയഗ്രാം ഉണ്ടല്ലോ. വെൻ ഡയഗ്രാം എങ്ങനെയായിരുന്നു? എ യൂണിയൻ ബിയുടെ എന്താ പറയാ, അതേപോലെ തന്നെ എ ഇന്റർസെക്ഷൻ ബിന്റെ ഒക്കെ എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതായത് ഒരു സെറ്റ് എ എന്നിരിക്കുക, ഈ ഒരു സെറ്റ് ബി എന്നിരിക്കുക, എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? ഈ ഫുൾ ഭാഗം എയുടെയും ബിന്റെയും ഫുൾ പോർഷൻ നമ്മൾ ഷെയ്ഡ് ചെയ്ത് കൊടുക്കണം അല്ലെ? അപ്പൊ നമുക്ക് അതിനെ എന്തെന്ന് പറയാൻ പറ്റും? എ യൂണിയൻ ബി എന്ന് പറയാൻ പറ്റും. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് എന്തുണ്ട്? എ ഇന്റർസെക്ഷൻ ബി ഉണ്ട് അല്ലെ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇതേപോലെ തന്നെ എയും ബിയും എന്ന് പറയുന്നത് എയിലും ബിയിലും ഒരുപോലെയുള്ള ഭാഗമല്ലേ? ഇവിടെ നോക്കി ഒരുപോലെയുള്ള ഭാഗം എന്ന് പറയുന്നത് ഈ നടുക്കുള്ള ഭാഗമല്ലേ? ഓക്കെ, അപ്പൊ അങ്ങനെ എ ഇന്റർസെക്ഷൻ ബി എഴുതാൻ പറ്റും. അതുപോലെ നമുക്ക് കുറെ എന്താ പറയാ ജസ്റ്റ് വെൻ ഡയഗ്രാം നമുക്ക് വരയ്ക്കാനായിട്ടുണ്ട്. പിന്നെ അടുത്തത് ഇപ്പൊ ഈ പറഞ്ഞ സെറ്റിന്റെ ഒക്കെ ഓപ്പറേഷൻസ് അടിസ്ഥാനമാക്കിയിട്ട് കുറച്ച് തിയറി പാർട്ടാണ് ഈ പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ എ മൈനസ് ബി എന്ന് പറയുന്നത് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞൂടെ? അത് വെൻ ഡയഗ്രാം വരച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കണ്ടുപിടിക്കാം കേട്ടാ. ഇവിടെ നോക്കി എ മൈനസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് അർത്ഥം എയിൽ നിന്ന് ബിന്റെ ഭാഗം എടുത്ത് കളയണം അല്ലേ? അല്ലെങ്കിൽ ഇച്ച് ഇസ് ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് അല്ലേ? ഇങ്ങനെ ആലോചിക്കുക, ബി കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് ഏതാ പോർഷൻ വരാൻ പോണത്? ബി ഒഴിച്ച് ബാക്കി ഭാഗമല്ലേ വരാൻ പോണത്? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫുൾ ബാക്കി ബി ഒഴിച്ചുള്ള ബാക്കി ഭാഗമല്ലേ, അതിന് എയുമായിട്ട് ഇന്റർസെക്ഷൻ വരണ ഭാഗം അല്ലേ ഈ എ മൈനസ് ബി എന്നവരോട് എഴുതിയേക്കണേ. അപ്പൊ അങ്ങനെ വരുമ്പോ ഷെയ്ഡ് ചെയ്ത ഭാഗം നോക്കി ബി കോംപ്ലിമെന്റും എയുമായിട്ട് ഇന്റർസെക്ഷൻ വന്നേക്കണ ഭാഗം എന്ന് പറയുന്നത് ഈ ഭാഗമല്ലേ? അത് നമ്മുടെ എ മൈനസ് ബി അല്ലേ? അത്രേ ഉള്ളൂ കേട്ടാ. അതേപോലെ കുറെ എണ്ണം കൊടുത്തിട്ടുണ്ട് ഇവിടെ. പിന്നെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ആവശ്യം വേണ്ടുന്നതാണ് നമ്മുടെ ഡി മോർഗൻസ് ലോ ആണ്. അതായത് എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ആണ്. പിന്നെ എ ഇന്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്. പിന്നെ ബാക്കിയൊക്കെ പ്രോപ്പർ സബ്സെറ്റ് ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ വേണ്ടുന്നത് എൻ ഓഫ് എ യൂണിയൻ ബി ആണ് അല്ലെ? എൻ ഓഫ് എ യൂണിയൻ ബിയുടെ ജനറൽ ഇക്വേഷൻ എന്താ? n of a union b equal to n of a plus n of b minus n of a intersection b. അതിലെ ഇന്റർസെക്ഷൻ ബി എംപ്റ്റി ആണെങ്കിൽ നമുക്ക് ആറ്റത്താളുടെ ആവശ്യമില്ലല്ലോ. അപ്പൊ അത് n of a plus n of b മാത്രം ആയി മാറുന്നു. ഓക്കെ അല്ലെ? ഇത്രയാണ് നമുക്ക് സെറ്റിന്റെ കാര്യത്തിൽ അത്യാവശ്യമായി വേണ്ടുന്ന കാര്യങ്ങൾ. ഓക്കെ.